ചാലക്കുടി അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സ നൽകുന്നത് ഇനിയും വൈകും. ചികിത്സിക്കാനുള്ള കൂട് ബലപ്പെടുത്തുന്ന ജോലി പൂർത്തിയാകാത്തതാണ് കാരണം. ദൗത്യത്തിനായി RRT സംഘവും ഒരു കുങ്കിയാനയും നാളെ അതിരപ്പള്ളിയിലെത്തും. അതേസമയം ഇന്ന് റോഡിലിറങ്ങിയ ആന വാഹനങ്ങൾ തടഞ്ഞു. ആനയുടെ പുതിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അത് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് വനമന്ത്രിയോട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ആനയുടെ ചികിത്സാ കാര്യങ്ങളൊക്കെ അന്തിമമായി തീരുമാനിക്കുന്ന പല ആളുകൾക്കും ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ ആരോപണം ഉയരുന്നുണ്ട്. ഉത്തരവാദപ്പെട്ട ഒരു ക്വാർട്ടറിൽ നിന്ന് ഒരു മെസ്സേജ് എൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും കിടക്കുകയാണ്. എന്തായാലും ഈ ഒരാളിനോടും കൂടി കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി വൈദഗ്ധ്യമുള്ള ആളുകളുമായി ഉപദേശങ്ങൾ തേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ആന ചത്ത് മലച്ചു പോകും എന്ന രീതിയിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ വരികയാണ്. എന്തായാലും വനംവകുപ്പ് മന്ത്രി ഈ കാര്യം ഗൗരവമായി അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് രാവിലെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിന് സമീപം റോഡിലാണ് ആനയെ കണ്ടത്. KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ 15 മിനിറ്റോളം തടഞ്ഞു. ഇന്നത്തെ ദൃശ്യങ്ങളിൽ ആനയെ കൂടുതൽ ക്ഷീണിതനായാണ് കാണുന്നത്. മസ്തിഷ്കത്തിലെ മുറിവിൽ അണുബാധ വർദ്ധിച്ചതായും നാട്ടുകാർ പറയുന്നു. മയക്കുവെടി വെച്ച് പിടികൂടിയാൽ അതിജീവിക്കാൻ 30% മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ഇന്നലെ വനംവകുപ്പ് ഉന്നതതല യോഗത്തിൽ ഡോക്ടർമാരുടെ സംഘം വ്യക്തമാക്കിയത്. എന്തായാലും പിടികൂടി ചികിത്സിക്കാൻ തന്നെയാണ് തീരുമാനം. കോടനാട് അഭയാരണ്യത്തിലെ കൂട് ബലപ്പെടുത്തുന്ന നടപടികൾ ഇന്ന് ആരംഭിച്ചു. 3 ദിവസം കൊണ്ട് ഈ ജോലികൾ പൂർത്തിയാക്കി ഉടൻ ദൗത്യം തുടങ്ങാനാണ് വനംവകുപ്പിന്റെ നീക്കം. കൂടിന്റെ ജോലികൾ പൂർത്തിയായാൽ ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടുന്ന സംഘം അതിരപ്പള്ളിയിലെത്തും. അടുത്തയാഴ്ച തന്നെ ദൗത്യമുണ്ടാകുമെന്നാണ് CCF വ്യക്തമാക്കിയത്. 24 തൃശൂർ.